സാധാരണഗതിയിൽ കൗൺസിലിങ്ങിനായിട്ട് പലരും വരാറുണ്ട്. വീട്ടിലില്ലേന്ന് ചോദിക്കും. വരുന്ന ആളുടെ പേരും ഞാൻ എഴുതി വയ്ക്കും. 11 മണിക്കാണ് വരിക എന്ന് പറയും. 11 മണിക്ക് വരും. ഒരു പ്രതിഫലവും വാങ്ങാത്ത കൗൺസിലിങ് വളരെ വർഷങ്ങളായിട്ട് ഉണ്ട്. കൗൺസിലിങ് വരുന്നവരെ മുറിയിലെത്തിയിട്ട് അവർക്ക് മരുന്നും വേണമെന്ന് ഞാൻ പറയില്ല, അവരുടെ സ്വഭാവം മാറണമെന്ന് ഞാൻ പറയില്ല. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇത് കേൾക്കുന്ന എൻ്റെ മിത്രങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് ഉറക്കമുണരുക? അത് കേട്ടാൽ, അതിൻ്റെ ഉത്തരം കേട്ടാൽ ഈ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ മനസ്സിലാകും. അങ്ങനെ അത്ര നേരത്തെ ഉണരുന്ന ആളല്ല ഞാൻ, കൂട്ടത്തിൽ പറഞ്ഞിട്ട്. കാര്യം വെച്ചാൽ രാത്രി വളരെ വൈകിട്ട് എഴുതും. ഒരു ഫ്ലോന് വേണം രചന നിർവഹിക്കാൻ. അപ്പം നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പ്രഭാതത്തിൽ അവർ ഉറങ്ങാവും. പത്രാഫീസിലെ ജോലി കഴിഞ്ഞ് വന്നാൽ ഉറങ്ങാതിരിക്കുകയും ചെയ്യുക സാധാരണഗതിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ വൈകിട്ട് കിടക്കുമ്പോൾ 5:30 ഉറക്കമുണരാൻ പറ്റാറുള്ളൂ. 5:30 അലാറം വയ്ക്കും. ബയോ ക്ലോക്ക്, നമ്മുടെ ശരീരത്തിലൊരു ക്ലോക്കുണ്ട്. ആ ക്ലോക്ക് 5:30 എന്ന് പറയും കൃത്യം. അപ്പം 5:30 നമ്മൾ എണീറ്റ് മൂത്രമൊഴിച്ച് വരുമ്പോൾ അവിടെ അലാറം അടിക്കും. ഈ ശരീരവും ഈ അലാറും മൊബൈൽ ഫോണിലാണ് വെക്കുന്നത്, ബന്ധമുണ്ട്. അപൂർവം ചിലപ്പോൾ മാറ്റം വരും. ഇപ്പം അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഒരു ദിവസം 4 മണിയായിട്ടുള്ളൂ. ഞാൻ ഉണർന്നു, എന്തോ അറിഞ്ഞൂടാ. ഒന്ന് മൂത്രമൊഴിച്ച് വന്നു, പിന്നെ ഉറക്കം വരുന്നില്ല. നാമം ജപിച്ചുകൊണ്ട് കിടന്നു. അതിനെ ഒരു സൗകര്യമാക്കി മാറ്റി. ശരിക്കും നാമം ജപിക്കാമല്ലോ. ഇഷ്ടദേവതയുടെ നാമം വീണ്ടും വീണ്ടും. നാമം ജപിച്ചുകൊണ്ട് ഗുണമുണ്ട് എന്നുള്ളത് എനിക്ക് നല്ലപോലെ പറഞ്ഞു തന്നത് രാഷ്ട്രീയ കക്ഷിക്കാരാണ്. അവരിവിടെ നിന്നിട്ട് ചന്തയുടെ ഒരു മൂലയ്ക്ക് നിന്നിട്ട് ഉയർത്തി വിളിക്കുമ്പോൾ ആ രാജ്യത്തെ ആളുകളുടെ മനസ്സ് മാറുന്നാണല്ലോ ഇവർ മുക്കി പറഞ്ഞു തരുന്നത്. ശബ്ദത്തിനും നാമത്തിനും ശക്തിയില്ലേ? ഇവരിവിടെ നിന്നിട്ടല്ലേ വിളിക്കുള്ളൂ. അതാരെ കേൾക്കണേ? ആ പത്രക്കാരും വല്ലവരും വന്നാൽ അവരെല്ലാം വേറെ ആരും കേൾക്കണല്ലോ. പക്ഷെ നാമത്തിന് ശക്തി ഉണ്ടെന്ന് തെളിച്ചു. പൊതുവെ നമ്മുടെ ബയോ ക്ലോക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ 5:30 എണീറ്റാൽ ചെയ്യേണ്ട ജോലികൾ ഉണ്ട്. ആ ചെയ്യേണ്ട ജോലികളിൽ അല്പസ്വല്പം വ്യത്യാസം വരും. അവിചാരിതമായിട്ടൊരാൾ 7 മണിക്ക് വന്നു, അപ്പം നിവൃത്തിയൊന്നുമില്ല, മാറ്റേണ്ടി വരും. ഒരു വ്യക്തിയുടെ ജീവിത വിജയം കിടക്കുന്നത് മുഴുവൻ അതിലാണ്. അങ്ങനെയൊന്നുമില്ല. 8:30 ആവും, ചിലപ്പോൾ 9 ആവും. ഈ 9 ആവും എന്നൊക്കെ പറഞ്ഞാൽ രാത്രി മദ്യപിച്ച് കിടന്നിട്ടാണിതേ 9 ആവണത്. ആ പ്രഭാതത്തിൽ ഉറക്കമുണരുന്ന ജീവിതങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. ചെയ്യുന്ന പ്രൊഫഷൻ എന്തായിരുന്നാലും ശരി. ചിലർ എന്നെ കാണാനായിട്ട് വരും. എൻ്റെ ജന്മസ്ഥലത്ത് നിന്ന് എന്നെ വരുന്ന പാർട്ടീസ് ഉണ്ട്. അപ്പം അവരേത് വണ്ടിക്ക് വന്നാലും എനിക്കൊരു വിരോധവും ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും, ഏത് വണ്ടിക്കാണ് വന്നത് എന്ന്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, പ്രഭാത വണ്ടിക്കാണ് പുറപ്പെട്ടെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് പ്രഭാത വണ്ടിക്ക് വന്നാൽ നേരം വിളിച്ചായിട്ട് കുറച്ച് കഴിയുമ്പോൾ കോഴിക്കോടെത്തും. ആ നേരം വിളിച്ചായിട്ട് കുറച്ച് നേരം കൊണ്ട് കോഴിക്കോടെത്തും. അതിൽ ഒരു വ്യക്തി കാണാൻ വരിക, രാവിലെ എണീറ്റു, അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു, 11:30 മണിക്ക് ശേഷമുള്ള വണ്ടിയിലാണ് കയറുക. 11:30ക്ക് ശേഷമുള്ള വണ്ടി കോഴിക്കോട് എത്തിയാൽ
1:30-2 മണിയാവും. ഈ വ്യക്തി വന്നിട്ടല്ലേ നമുക്ക് ഊണയിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു വീട്ടിലൊരാൾ വരുമ്പോൾ ആ വ്യക്തി റെയിൽവേ സ്റ്റേഷൻ വന്ന് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ 3:30, ആ 3:30 മണിക്ക് ആ വ്യക്തി ഊണയിച്ചാൽ മതി. ആ ദിവസം കഴിഞ്ഞില്ലേ, പിന്നെ സന്ധ്യയില്ലേ. എന്തെങ്കിലും വർത്തമാനം പറയാനോ ഒരു കാര്യത്തിനോ ഒരു പ്രശ്നമോ നേരമുണ്ടോ പിന്നെ അന്നത്തെ ദിവസം? എപ്പോഴും യാത്ര എങ്ങനെയായിരിക്കണം? രാവിലെ എണീറ്റ് ആദ്യത്തെ ബസ്സിൽ വലിയ തിരക്കുണ്ടാവില്ല. ആ സമയത്ത് ഉറക്കം എണീറ്റ് ശീലിച്ചാൽ വലിയ അബദ്ധമില്ല. ഞാൻ ഈ ശീലമൊക്കെ കാര്യമായി തുടങ്ങിയത് ഹിമാലയ യാത്രയിൽ ആണ്. ഹിമാലയ യാത്രയിൽ തട്ടിപ്പ് പറ്റില്ല. കൃത്യം അതിൻ്റെ ഗൈഡ് വന്നിട്ട് പറയും, നാളെ കൃത്യം ഇത്ര മണിക്ക് എല്ലാം റെഡിയായിട്ട് ഇവിടെ വന്ന് നിൽക്കണം, നമ്മൾ ഋഷികേശത്തേക്ക് ബസ് പുറപ്പെടും. ദിനചര്യ ചിട്ടപ്പെടുത്തണം. ആ ബസ് കയറണമെങ്കിൽ നമ്മളില്ലെങ്കിൽ ബസ്സിൻ്റെ പട്ടപ്പൂല്ലേ. നമ്മൾ ഒരാൾ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് വരില്ലേ? അപ്പം എന്ത് ചെയ്യണം? ചെയ്യാനുള്ള ചില ടെക്നിക്ക് ഉണ്ട്. രാവിലെ കക്കൂസ് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന സമയത്ത് എന്നുള്ളത് ആർക്കും ഉണ്ടാവും. ഇത് പോകുമ്പോൾ ഈ ടൈമിൻ്റെ അരമണിക്കൂർ നേരത്തെ വേണ്ടി വരും. തലേ ദിവസം രാത്രിയിലത്തെ ആഹാരം അരമണിക്കൂർ നേരത്തെയൊക്കെ പ്രശ്നം കഴിഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് കക്കൂസ് പോകണമെങ്കിൽ 7:30 മണിയായിട്ടൊരു കട്ടൻ ചായ കുടിക്കണം. ആയിക്കോട്ടെ, 7:30-ക്കാണോ? ആയിക്കോട്ടെ. സന്ധ്യയ്ക്ക് ആഹാരം കുറച്ച് നേരത്തെ കഴിക്കും. ജീവിതത്തിൽ പരാജയപ്പെടുന്നവരുണ്ട്. പെൺകുട്ടികൾ ഭർതൃഗൃഹത്തിൽ പോകുമ്പോൾ ഒരു ഗ്രന്ഥം കരുതണം എന്ന് ചൊല്ലുണ്ട്. ആ ഗ്രന്ഥം രാമായണം എന്ന ഗ്രന്ഥമാണ്. ആ രാമായണം എന്നുള്ള ഗ്രന്ഥം നമുക്ക് ഒരു വഴികാട്ടിയാണ്. കൃത്യനിഷ്ഠയുടെ കാര്യം. എപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നു, ആ പരാജയങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഈ കൃത്യനിഷ്ഠ തെറ്റുമ്പോഴാണ്. വളരെ ചെറുപ്പത്തിൽ അവനവൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠയുള്ള ഒരു പെൺകുട്ടി എനിക്കറിയാം, മഞ്ജു എന്ന പേര്. വളരെ കൃത്യനിഷ്ഠയാണ് മഞ്ജുവിനെ കല്യാണം കഴിഞ്ഞ് പോയി. ഭർത്താവിൻ്റെ വീട്ടിൽ മഞ്ജുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കയിലാണ്. 2 മക്കളുണ്ട്. മഞ്ജുവിൻ്റെ മക്കളുമായിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും മഞ്ജു നല്ല രീതിയിൽ കൃത്യമായിട്ട് എണീറ്റു, ആ സമയം കുളിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. മഞ്ജുവിനെ പറ്റിയിട്ട് പൊതുവെ നല്ലൊരു വീട്ടമ്മ എന്നുള്ളൊരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയോ ഞാൻ മഞ്ജുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇതിന് പകരം മിക്കവാറും വ്യക്തികളുടെ, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ പരാജയം രാത്രി വൈകി കിടന്നുറങ്ങുക, എപ്പോഴെങ്കിലും എണീക്കുക, വളരെ നല്ല രീതിയിൽ പാഠങ്ങൾ പഠിക്കാൻ സൗകര്യം പ്രഭാതത്തിലാണ്. എനിക്ക് 5:30-ക്ക് എണീക്കുന്നത് കൊണ്ട് അങ്ങനെ പറ്റാറില്ല. അതിനുശേഷം ഏത് സമയത്തും വായനയും മെഡിറ്റേഷനും മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. പുസ്തക വായന, പ്രാർത്ഥന, ഇത് മാത്രം ജീവിതത്തിലായതുകൊണ്ട് അല്പസ്വല്പം മാറ്റം വരും. എല്ലാ ദിവസവും പറ്റിക്കൊള്ളുന്നില്ല. എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും കൃത്യം ആ സമയത്ത് ഉറക്കം ഉണരുക. പിന്നെ തലേ ദിവസം ഉറക്കത്തിന് ക്ഷീണമെന്നുണ്ടെങ്കിൽ പിന്നീട് അപ്പോഴത്തേക്ക് ഉറങ്ങുക. പകല് ഒന്ന് മയങ്ങുന്നത് നല്ലതാണ്. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ചെറിയൊരു ക്ഷീണം വരും, പകലുറങ്ങും. അപ്പം കൗൺസിലിങ്ങിന് വരുന്നവരോട് ചോദിക്കുമ്പോൾ എപ്പോൾ ഉണരും, അങ്ങനെ ഒരു സമയവുമില്ല. ഇത്ര മണിക്കാണ് ഉണരുക, അങ്ങനെയില്ല. എന്നാലും ഇന്ന് എപ്പോഴാണ് എണീറ്റ്? ഇന്ന് കുറച്ച് വൈകി. പക്ഷെ വൈകിയോ? 8:45. അവരുടെ ജീവിതത്തിൽ വിജയിച്ച കഥകൾ അവർക്ക് അധികം പറയാണ്ടാവില്ല. ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സിംഹം 10 അടി നടണമെന്ന് പിന്തിരിഞ്ഞു നോക്കും. നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കണം.
ആ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വിജയമുണ്ടാകണമെങ്കിൽ പ്രഭാതത്തിൽ എണീക്കണം. ഒരു കുടുംബത്തിൻ്റെ വിളക്ക് ഐശ്വര്യ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ വീട്ടമ്മയാണ്. എല്ലാവരും ആഹാരം കഴിച്ച് മക്കൾക്ക് ആഹാരം കൊടുത്ത് പാത്രവും കഴുകി വെച്ച് വീട്ടമ്മയാണ് ഏറ്റവും വൈകിട്ട് കിടക്കാൻ പോകുന്നത്. എന്നിട്ട് രാവിലെ എണീക്കുന്നത് ഏറ്റവും ആദ്യം വീട്ടമ്മയാണ്. ഉദ്യോഗസ്ഥകളുടെയൊക്കെ ജീവിതത്തിൽ അല്പസ്വല്പം മാറ്റം വരാമെങ്കിൽ പോലും വൈകി ഉണരുന്ന വീട്ടമ്മയാണെങ്കിൽ ആ വീട് എങ്ങനെ ഇരിക്കും? മക്കൾ കിടന്നുറങ്ങുമ്പോൾ അമ്മ ഉറങ്ങില്ലേ? ഒരമ്മോട് ചോദിച്ചു, എന്തിനാ എത്ര വൈകി? 8:30 എന്താ പറയാണ്? കുട്ടി കിടന്നുറങ്ങി. അപ്പോൾ അവൻ്റെ കൂടെ ഞാനും ഉറങ്ങി. അപ്പൊ കുട്ടിക്ക് സംസാരിക്കാനുള്ള ഒരു പ്രായമായിട്ടുണ്ട്. കുട്ടി പറഞ്ഞു, ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു, അമ്മയെ കിടന്നുറങ്ങിയെന്ന്. ഇതൊക്കെ മോശമാണെന്ന് പറയാൻ കാരണം, സക്സസ് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ചില ഗുണങ്ങൾ ഉണ്ടാകണം. അപ്പോൾ പരാജയപ്പെട്ട ജീവിതങ്ങൾ ഉറക്കമുണരുന്നത് എപ്പോഴും. ഞാൻ കുറേ പ്രതിചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് 80ഓളം ചോദ്യങ്ങൾ ചോദിക്കും. ആ 80 ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് ഇവരുടെ രോഗത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒക്കെ നമുക്ക് മനസ്സിലാവും. എപ്പോഴാണ് ഉണരുക? ഒരർത്ഥം കൂടിയുണ്ട്. പല കാര്യങ്ങളിലും നമ്മളിപ്പോൾ ഉറങ്ങിക്കിടക്കുക. അത് പറഞ്ഞാൽ ആളുണ്ടായില്ല. ഇന്നൊരാൾ ചോദിച്ചു, ലളിതാ സഹസ്രനാമം വായന അടങ്ങിയിട്ട് എത്ര കൊല്ലമായി? കൊല്ലങ്ങൾ കുറവാണ്. കാരണം അത് വായിക്കണം എന്നുള്ള ഉണർവ് വന്നിട്ട് അധികം കൊല്ലാതെ ഉണരണ്ടേ? ഉണരാത്ത ഇത് വായിക്കുക എന്നുള്ള ഉണർവ്. അതുപോലെ ജീവിതത്തെക്കുറിച്ച് ചില കാര്യത്തെക്കുറിച്ചുള്ള ഉണർവ്, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉണർവ് വരുന്ന രോഗം വന്നിട്ടാണ്. അത് നമ്മൾ മാറി ചിന്തിക്കണം. ഒരു കാര്യം ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ ശ്രമിക്കുന്നു. എപ്പോഴാണ് ഉണരുക എന്ന ചോദ്യം നമ്മളോട് നമ്മുടെ ഗുരുനാഥന്മാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ വ്യക്തമായ ഉത്തരം നമുക്കുണ്ടാകണമെന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.